ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത്? എനിക്കൊരു വർക്കുണ്ട് കേട്ടോ. ആ, എനിക്ക് കുറച്ച് റെന്റൽ ഓർണമെന്റ്സ് എടുക്കുന്ന ഒരു കടയൊന്ന് പരിചയപ്പെടുത്താവോ എനിക്ക്? അങ്ങനെ ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം ബ്രദേഴ്സ് ലാബലിലാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ മറ്റൊരു ഷോപ്പുണ്ട് കൊട്ടിയത്ത്. അവിടെ ഞാൻ സ്ഥിരം അവിടുത്തെ കസ്റ്റമറാണ് ഞാൻ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് തുടങ്ങിയിട്ട് ഒരു 9 മാസമായി. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഭയങ്കര അടിപൊളി ലുക്കിംഗ് ആണ്, പിന്നെ നല്ല ആംബിയൻസ് ആണ്, എല്ലാം കൊണ്ട് നല്ല അടിപൊളി സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഒരുപാട് ദിവസം കൊണ്ട് ഞാൻ വരണം 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 എന്ന് എപ്പോഴും വിചാരിക്കും. പിന്നെ ചേച്ചിക്ക് ഇപ്പോൾ എന്തായാലും ഓർണമെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് കൊല്ലത്ത് പോയേക്കാം എന്ന് വെച്ച് വന്നതാണ്. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് സന്തോഷമായോ ഹാപ്പി ആയോ? അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് അടിപൊളിയടി, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരിക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് വേണമായിരുന്നു, റെൻ്റൽ ഓർണമെൻറ്റ്സ് വേണമായിരുന്നു. അപ്പം നമ്മൾ ഓരോന്നും നോക്കുമ്പോഴും അതെല്ലാം റെൻ്റൽ ഓർണമെൻറ്റ്സ് ആണ്. നമ്മൾ വിചാരിക്കുന്നത് അവർ സെയിലിന് വെച്ചേക്കുന്നതാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ എല്ലാം അടിപൊളിയാണ് കേട്ടോ, ഒന്നും എടുത്ത് പറയാതിരിക്കാൻ വയ്യ. എല്ലാം നല്ല ഫിനിഷിങ് വർക്കായിട്ടുള്ള നല്ല അടിപൊളി ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഓർണമെൻറ്റ്സിലാണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഫാൻസി ഉണ്ട്, കോസ്മെറ്റിക്സ് ഉണ്ട്, മേക്കപ്പ് പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഫേഷ്യലിൻ്റെ പ്രൊഡക്റ്റുകൾ, എല്ലാം സംഭവങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ചേച്ചിക്ക് ഓർണമെൻറ്റ്സിൻ്റെ ആവശ്യമായതുകൊണ്ട് നമ്മൾ ഓർണമെൻറ്റ്സിൽ മാത്രം ഫോക്കസ് ചെയ്തു. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം പ്രൈസ് അവർ പറയുന്നത് 8,000 എബോവ് ആണ്. അപ്പോൾ ഇവരിത് റെൻറ്റിന് വെച്ചേക്കുന്ന സംഭവമാണ്. ഇത് ഏകദേശം ഇതിൻ്റെ പകുതി വിലയ്ക്കായിരിക്കും റെൻറ്റിന് കൊടുക്കുന്നത്. പക്ഷേ എന്തായാലും നല്ലൊരു അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കതൊരു നഷ്ടമായിട്ട് തോന്നില്ല. എല്ലാം നല്ല ഫിനിഷിങ് വർക്കിലാണ് ഇവർ അത് ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും, പിന്നെ നമുക്ക് പോകാനേ തോന്നത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാനിവിടെ ഫസ്റ്റാണ് വരുന്നത്. ഇവിടെ മറ്റു ഷോപ്പിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും എന്നെ അറിയാം, ഞാൻ എപ്പോഴും അടിക്കടിക്ക് അവിടെ പോകുന്നതാണ്. പിന്നെ എന്താ പറയുക, ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞെങ്കിൽ മാഡം ഞാനൊന്ന് ഇട്ട് തരാം, മാഡം ഒന്ന് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്റ്റാഫ് തന്നെ എനിക്ക് ഇട്ട് തന്നു. അത് കണ്ടിട്ട് ഞാൻ ഊരാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമായിട്ടോ, ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്കിപ്പോൾ അടുത്തിടെ ഒരു ഫംഗ്ഷനും ഇല്ല, ഒരു മാരേജ് ഫംഗ്ഷനും ഒന്നുമില്ല റെൻറ്റിന് എടുക്കാൻ. അപ്പം ഞാൻ ഇച്ചിരി നേരം ഇട്ടിട്ട് അങ്ങ് വെച്ചു. പക്ഷേ ചേച്ചിയാണെങ്കിൽ ഇത് എടുത്തു കിട്ടോ. കാരണം ചേച്ചിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, മാരേജ് ഫംഗ്ഷനും ഉണ്ട്, പിന്നെ ചേച്ചിക്ക് വർക്കും ഉണ്ട്. അപ്പോൾ ചേച്ചിക്ക് റെൻ്റൽ ഓർണമെൻറ്റ്സ് എടുക്കുകയും വേണം. പിന്നെ ആ ഒരു ഫംഗ്ഷൻ ഇടാൻ പറ്റി ചേച്ചിയുടെ ഒരു പാർട്ടി വെയർ ഒരു വെൽവെറ്റ് പോലത്തെ ഒരു സാരിയാണ്. അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ളൊരു ഓർണമെൻറ്റ്സ് ആണ് ഇത്. അപ്പോൾ ചേച്ചി എന്തായാലും അവരുടെ അടുത്ത് പറയും എനിക്ക് അത് വേണം, ഞാൻ എന്തായാലും അത് എടുക്കുവാണ്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ നോക്കിയിട്ട് എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പോൾ ഊരിയേക്കാം. അങ്ങനെ ചേച്ചിയുടെ